കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവത കഥാവിചാരത്തിൽ 2-ാം സ്കന്ധത്തിലെ 5-ാം അധ്യായം ബ്രഹ്മനാരദ സംവാദമാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ആരംഭിച്ചത് തുടങ്ങി പരീക്ഷിത്ത് ശ്രീശുക മഹർഷിയോട് തൻ്റെ സംശയം ചോദിക്കുകയുണ്ടായി. അപ്പോഴാണ് ശ്രീശുക മഹർഷി പറഞ്ഞത്, പണ്ട് ഇതേ ചോദ്യം തന്നെ നാരദ മഹർഷി ബ്രഹ്മദേവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞതായ മറുപടി ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. അത് കേട്ടാൽ അങ്ങയുടെ സംശയം നീങ്ങും എന്ന് പറഞ്ഞതനുസരിച്ചാണ് ഇവിടെ ബ്രഹ്മനാരദ സംവാദം ആരംഭിക്കുന്നത് തന്നെ. ഒരു ദിവസം നാരദ മഹർഷി ബ്രഹ്മദേവനെ സമീപിച്ച് ചോദിച്ചു, ദേവന്മാരുടെ ദേവനും ജനങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്നവനും ആദിയിൽ തന്നെ ഉള്ളവനുമായ ഹേ ബ്രഹ്മദേവ, അങ്ങേക്ക് നമസ്കാരം. ആത്മതത്വത്തെ ബോധിപ്പിക്കുന്ന ജ്ഞാനത്തെ എനിക്ക് ഉപദേശിച്ചു തരാൻ കനിവുണ്ടാകണം. ഈ പ്രപഞ്ചത്തിൻ്റെ സ്വരൂപം എന്താണ് വാസ്തവത്തിൽ? ഇതെന്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്? യാതൊരാളാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? ആരാണ് നിലനിർത്തുന്നത്? അവസാനം ഈ പ്രപഞ്ചം എവിടെയാണ്, ആരിലാണ് ലയിക്കുന്നത്? ഇതിൻ്റെയൊക്കെ പരമാർത്ഥം അറിഞ്ഞാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട്. കഴിഞ്ഞ കാലത്ത് ഉണ്ടായവയും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവയും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാറ്റിൻ്റെയും പ്രഭുവല്ലേ അങ്ങ്? വിശേഷജ്ഞാനം കൊണ്ട് ഉള്ളംകൈയിലെ നെല്ലിക്കയെ എന്ന പോലെ അങ്ങ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നന്നായി അറിയുന്നവനല്ലേ? അങ്ങേക്ക് ഈ ജ്ഞാനം ഉണ്ടായത് ആരിൽ നിന്നാണ്? അങ്ങേക്ക് ആശ്രയമായിരിക്കുന്നത് ശരിക്കും ആരാണ്? അങ്ങയേക്കാളും ശ്രേഷ്ഠനായിട്ടുള്ള ആരെങ്കിലും വേറെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ്? അങ്ങയുടെ വാസ്തവ സ്വരൂപം എന്താണ്? എട്ടുകാലി തന്നിൽ നിന്ന് നൂലിനെ പുറമേക്ക് പ്രകാശിക്കുന്നത് പോലെ സ്വന്തം ശക്തി കൊണ്ട് അങ്ങ് തന്നിൽ തന്നെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, തന്നിൽ തന്നെ നിലനിർത്തി രക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വിവിധ നാമങ്ങളോടും രൂപങ്ങളോടും ഗുണങ്ങളോടും കൂടിയവയായി ഈ ജഗത്തിൽ കാണപ്പെടുന്ന സ്ഥൂലവും സൂക്ഷ്മവുമായ വസ്തുക്കളൊക്കെ അങ്ങ് തന്നെയാണ്. അങ്ങയിൽ നിന്ന് അന്യമായി മറ്റൊരു വസ്തുവിനെയും ഞാൻ കാണുന്നില്ല. കാരണം ബ്രഹ്മദേവൻ ഒറ്റയ്ക്കാണല്ലോ ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിശേഷണങ്ങളൊക്കെ പറയുന്നത്. എന്നാൽ ചിലപ്പോൾ അങ്ങ് ഉഗ്രമായിട്ടുള്ള തപസ് ചെയ്യുന്നത് കാണുന്ന സമയത്ത് അങ്ങയേക്കാളും ശ്രേഷ്ഠനായി വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊരു ശങ്ക എനിക്കുണ്ടാവുന്നു. തന്നെക്കാളും ശ്രേഷ്ഠനായ മറ്റൊരാളെയാണല്ലോ തപസ്സിലൂടെ ആരാധിക്കുന്നത്. അതുകൊണ്ട് സർവജ്ഞനും സർവേശ്വരനുമായിട്ടുള്ള അങ്ങ് എനിക്ക് മനസ്സിലാകുന്ന തരത്തിൽ അത് പറഞ്ഞു തരണം എന്ന് നാരദ മഹർഷി ബ്രഹ്മദേവനോട് ആവശ്യപ്പെടുന്നു. ചോദ്യം കേട്ടതായിട്ടുള്ള ബ്രഹ്മദേവൻ അതിന് മറുപടി പറഞ്ഞു, ഉണ്ണി നാരദ, നിന്റെ ചോദ്യം വളരെ നല്ലതാണ്. കാരണം ഭഗവാന്റെ മഹിമയെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ഒരു സന്ദർഭം നീ എനിക്ക് തന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ഉപകാരമാണ് നീ ചെയ്തത്. കാരണം ഈശ്വരസ്മരണ ചെയ്യാനൊരു സന്ദർഭം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ നശിക്കാത്തതായിട്ടുള്ള ഒരു നിമിഷം അതാണ്. മുൻപും പറഞ്ഞതാണ്. കാരണം സർവേശ്വരൻ ആയിരിക്കുന്ന ആ ശ്രീഹരിയെ ആരാധിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ ശാശ്വതമായിട്ട് നിലനിൽക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നശ്വരമായിട്ടുള്ളതാണ്. ബാക്കിയൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. എന്തെല്ലാം സംസാരിക്കുന്നുണ്ടെങ്കിലും അത് ധർമ്മത്തെ സ്പർശിക്കാത്തതാണെങ്കിൽ, ഈശ്വരൻ്റെ ഗുണഗണങ്ങളെ വാഴ്ത്താത്തതാണ് എങ്കിൽ അത് കേവലം തവള ശബ്ദമുണ്ടാക്കുന്നത് പോലെ വ്യർത്ഥമായിട്ടുള്ള ശബ്ദങ്ങളാണ് എന്നൊക്കെയുള്ളത് ദൃഷ്ടാന്തം നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നീ എനിക്ക് ആ ഭഗവാനെ സ്മരിക്കുന്നതിനുള്ള ഒരു സന്ദർഭം ഒരുക്കി തരികയാണ് ചെയ്തത്. നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. അത്രത്തോളം മഹിമാവിശേഷങ്ങളൊക്കെ എനിക്കുണ്ട്.
എന്നാൽ എന്നേക്കാളും ശ്രേഷ്ഠനായ പരമാത്മാവിനെ അറിയാത്തതുകൊണ്ടാണ് നീ എന്നെ ഈ ജഗത്തിൻ്റെ സൃഷ്ടാവും രക്ഷിതാവും സംഭർത്താവുമായിട്ട് പറഞ്ഞത്. സൂര്യനും ചന്ദ്രനും അഗ്നിയും ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെയാണ് പരമാത്മാവായ ഭഗവാൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ ഞാൻ പ്രകടമാക്കി തീർക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് നാം ലോകത്തെ കാണുന്നത്. രാത്രിയാണെങ്കിൽ ചന്ദ്രൻ്റെ പ്രകാശം കൊണ്ട് കാണുന്നു, അല്ലെങ്കിൽ വല്ല വിളക്കോ പന്തമോ കത്തിച്ച് നാം വസ്തുക്കളെ കാണുന്നുണ്ട്. എന്നാൽ ഈ സൂര്യനും ചന്ദ്രനും അഗ്നിയും ഒന്നും വസ്തുക്കളെ ഉണ്ടാക്കുന്നില്ല, ഉള്ള വസ്തുക്കളെ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സഹായിക്കുന്നു. അല്ലാതെ സൂര്യനോ അഗ്നിയോ ചന്ദ്രനോ ഒന്നും പ്രകാശിക്കുന്ന സമയത്ത് ഈ ലോകത്ത് വസ്തുക്കൾ ഉണ്ടായിത്തീരുകയല്ല ചെയ്യുന്നത്. നാം രാത്രി മുറിയിൽ കയറി ലൈറ്റിട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. ലൈറ്റിടുന്ന സമയത്ത് ഇന്ദ്രജാലക്കാരൻ വസ്തുക്കൾ ഉണ്ടാക്കുന്നത് പോലെ മേശയും കസേരയും കട്ടിലുമൊക്കെ ആ നിമിഷം മുറിയിൽ പ്രത്യക്ഷപ്പെടുകയല്ലല്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ സൃഷ്ടിച്ചതായിട്ടുള്ള പ്രപഞ്ചത്തെ ഞാൻ പ്രകടമാക്കി തീർക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഭഗവാൻ വാസുദേവനെ ഞാൻ മനസാ നമസ്കരിക്കുന്നു. കാരണം അവിടുത്തെ മായ കൊണ്ട് മയങ്ങിയതുകൊണ്ടാണല്ലോ ജനങ്ങൾ എന്നെ ഈ പ്രപഞ്ച സൃഷ്ടാവ് എന്ന് പറയുന്നത്. പരമാർത്ഥത്തെ അറിയാത്തതുകൊണ്ട്, മായ കൊണ്ട് മയങ്ങിയതുകൊണ്ടാണ് ജനങ്ങൾ ഞാനെന്നും എൻ്റേതെന്നും ഇങ്ങനെ അർത്ഥമില്ലാതെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നിങ്ങനെയുള്ള ഈ പഞ്ചഭൂതങ്ങളെയാണ് ദ്രവ്യം എന്ന് പറയുന്നത്. ദ്രവ്യം, കർമ്മം, കർമ്മം, കാലം, സ്വഭാവം, ജീവൻ, ഈ 5 ഘടകങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തിൽ ഈ 5 ഘടകങ്ങളുടെ കൂടിച്ചേരലുകളാണ്. ദ്രവ്യം ഉണ്ടാവണം, കർമ്മം, കാലം, സ്വഭാവം, ജീവൻ. എന്നാൽ ഈ 5 ഘടകങ്ങളും പരമാർത്ഥ ദൃഷ്ടിയിൽ നോക്കിയാൽ ഭഗവാനിൽ നിന്ന് ഭിന്നങ്ങളല്ല. സ്വർണം പല വിധത്തിലുള്ള ആഭരണങ്ങളായി കാണപ്പെടുന്നത് പോലെ പരമാത്മാവായ ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചത്തിന് കാരണമായ ഈ 5 ഘടകങ്ങളായി അറിയപ്പെടുന്നത്. പരമാത്മാവായ ഭഗവാൻ തന്നെയാണ് സാക്ഷാൽ നാരായണൻ. നാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ജീവജാലങ്ങൾ എന്ന്. അയനം എന്നാലോ ആശ്രയം. അപ്പം നാരായണൻ എന്ന് പറയുന്നത് ജീവജാലങ്ങൾക്കൊക്കെ ആശ്രയീഭൂതനായിട്ടുള്ള ആളെയാണ്. 4 വേദങ്ങളും നാരായണനാകുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഉള്ളത്. ദേവന്മാരൊക്കെ സാക്ഷാൽ നാരായണൻ്റെ അവയവങ്ങളിൽ നിന്ന് ഉണ്ടായവരാണ്. 14 ലോകങ്ങളും ആ ഭഗവാൻ നാരായണൻ്റെ അവയവങ്ങൾ തന്നെയാണ്. യാഗങ്ങളൊക്കെ നാരായണനെ ആരാധിക്കാനുള്ളവയാണ്. യോഗങ്ങൾ നാരായണനെ പ്രാപിക്കാനുള്ള അനുഷ്ഠാനങ്ങളാണ്. തപസ്സുകൊണ്ടും ജ്ഞാനം കൊണ്ടും സാധിക്കേണ്ടതും ആ സാക്ഷാൽ നാരായണനെ അറിയുക എന്നതാണ്. പരമമായിട്ടുള്ള പ്രാപ്യസ്ഥാനവും ഭഗവാൻ നാരായണൻ തന്നെ. എല്ലാറ്റിനും സാക്ഷിയായി, നിർവികാര സ്വരൂപിയായി, സർവനിയന്താവായി, എല്ലാവരുടെയും ആത്മാവായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നവൻ തന്നെയാണ് ഭഗവാൻ നാരായണൻ. ആ ഭഗവാന്റെ കടാക്ഷരൂപേണയുള്ള പ്രേരണയാൽ ഞാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. സർവസമർത്ഥനായ ഭഗവാൻ മായയുടെ 3 ഗുണങ്ങളോടും ബന്ധമില്ലാത്തവനാണ്. എന്നാലും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായിട്ട് രജോ ഗുണം, സത്വഗുണം, തമോ ഗുണം എന്നീ 3 ഗുണങ്ങളെ സ്വീകരിക്കുന്നു. രജോ ഗുണം സ്വീകരിച്ച് സൃഷ്ടിക്കുന്നു, സത്വഗുണം സ്വീകരിച്ച് പരിപാലിക്കുന്നു, തമോ ഗുണം സ്വീകരിച്ച് ഇവയൊക്കെ സംഹരിക്കുന്നു. ദ്രവ്യങ്ങളായ പഞ്ചഭൂതങ്ങൾ തമോ ഗുണ അഹങ്കാരത്തിൽ നിന്നും, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും രജോ ഗുണ അഹങ്കാരത്തിൽ നിന്നും, ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളും മനസ്സും സത്വഗുണ അഹങ്കാരത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. മായയുടെ ഈ 3 ഗുണങ്ങൾ നിത്യമുക്തനായ ഭഗവാനെ
ഒരിക്കലും ബന്ധിക്കുന്നില്ല. ഇന്ദ്രിയങ്ങളെ കൊണ്ടൊരിക്കലും അറിയാൻ കഴിയാത്ത ഭഗവാനെ ഭക്തന്മാർക്ക് അനുഭവ സ്വരൂപത്തിൽ അറിയാൻ കഴിയും. ആ ഭഗവാനാണ് എല്ലാവർക്കും, അതുപോലെ എനിക്കും ഈശ്വരനായിരിക്കുന്നത് ഉണ്ണി എന്ന് നാരദനോട് പറയുന്നു. മായയുടെ നിയന്താവായ ഈശ്വരൻ തന്നിൽ യാദൃശ്ചികമായി വികസിച്ച കാലം, കർമ്മം, സ്വഭാവം എന്നീ ശക്തികളെ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയിട്ട് സ്വീകരിച്ചു. ഇവ മൂന്നും മായയുടെ ശക്തികളാണ്. ഈശ്വര സാന്നിധ്യത്തിൽ വികാരം പ്രാപിച്ച കാലം കൊണ്ടാണ് സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളിൽ ക്ഷോഭം ഉണ്ടാകുന്നത്. ഒന്ന് മറ്റൊന്നായി മാറുക എന്ന പരിണാമം ഉണ്ടാവുന്നത് മായയിലെ സ്വഭാവം കൊണ്ടാണ്. മായയുടെ ശക്തിയാകുന്ന കർമ്മത്തിൽ നിന്ന് പരമാത്മാവായ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് മഹത്തത്വത്തിൻ്റെ ഉത്പത്തി സംഭവിക്കുന്നു. രജോ ഗുണവും സത്വഗുണവും അധികരിച്ചതും വികാരം പ്രാപിച്ചതുമായ മഹത്തത്വത്തിൽ നിന്ന് ദ്രവ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുന്ന ദേവതകൾ, ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ സ്വരൂപത്തിലിരിക്കുന്നതും തമോ ഗുണം പ്രധാനമായിരിക്കുന്നതുമായ അഹങ്കാരതത്വം ഉണ്ടായി. താമസ അഹങ്കാരത്തെ ദ്രവ്യശക്തി എന്നും രാജസ അഹങ്കാരത്തെ ക്രിയാശക്തി എന്നും സാത്വിക അഹങ്കാരത്തെ ജ്ഞാനശക്തി എന്നും പറഞ്ഞു വരുന്നു. ദ്രവ്യശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നൊക്കെ നാം പറയാറുണ്ട്. ലളിതാ സഹസ്രനാമത്തിലും കേൾക്കാറുണ്ടല്ലോ ദ്രവ്യശക്തി, ക്രിയാശക്തി എന്നൊക്കെ. അതെന്താണ് എന്നുള്ളത് പറയുകയാണ്. ദ്രവ്യശക്തി എന്ന് പറയുന്നത് താമസാഹങ്കാരവും, ക്രിയാശക്തി എന്നുള്ളത് രാജസാഹങ്കാരവും, ജ്ഞാനശക്തി എന്ന് പറയുന്നത് സാത്വിക അഹങ്കാരവും ആണ്. വികാരം പ്രാപിച്ചതായ തമോ ഗുണ അഹങ്കാരത്തിൽ നിന്ന് ആകാശമുണ്ടായി. ആകാശത്തിൻ്റെ ഗുണമെന്നുള്ളത് ശബ്ദമാണ്. ഈ ശബ്ദം കാണുന്നവൻ, കാണപ്പെടുന്ന വസ്തു, കാണൽ എന്നീ ഭേദങ്ങളെ ഉണ്ടാക്കി തീർക്കുന്നു. ത്രിപുടി എന്ന് പറയുന്നത്. വികാരം പ്രാപിച്ച ആകാശത്തിൽ നിന്ന് സ്പർശമാകുന്ന ഗുണത്തോടുകൂടിയ വായു ഉണ്ടായി. ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും അതുപോലെ തന്നെ വായുവിൻ്റെ സ്വന്തം ഗുണമായ സ്പർശവും ഈ വായുവിലുണ്ട്. ഇന്ദ്രിയബലം, മനോബലം, ധാരണാബലം, ശരീരബലം ഇവയൊക്കെ വായുവിൽ നിന്ന് ഉണ്ടാകും. പ്രാണധാരണത്തിനും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തിക്കാനുള്ള കഴിവിനും മനസ്സിൻ്റെ ധൈര്യം മുതലായ ഗുണങ്ങൾക്കും ശരീരത്തിൻ്റെ ശക്തിക്കും കാരണം വായുവാണ്. കാലം, കർമ്മം, സ്വഭാവം ഇവ കൊണ്ട് വികാരം പ്രാപിച്ച വായുവിൽ നിന്നും അഗ്നി ഉണ്ടാകുന്നു. അഗ്നിയിൽ സ്വന്തം ഗുണമായിട്ടുള്ള രൂപവും ആകാശത്തിൻ്റെയും വായുവിൻ്റെയും ഗുണങ്ങളായ ശബ്ദവും സ്പർശവും ഉണ്ട്. വികാരം പ്രാപിച്ച അഗ്നിയിൽ നിന്ന് പിന്നീട് ജലമുണ്ടാകുന്നു. ജലത്തിൻ്റെ സ്വന്തം ഗുണമാണ് രസം. ആകാശം, വായു, അഗ്നി ഇവയുടെ ഗുണങ്ങളായ ശബ്ദം, സ്പർശം, രൂപം എന്നീ ഗുണങ്ങളും സ്വന്തം ഗുണമായ രസവും ജലത്തിലുണ്ട്. വികാരം പ്രാപിച്ച ജലത്തിൽ നിന്നും പിന്നീട് ഭൂമിയുണ്ടായി. ഭൂമിയുടെ സ്വന്തം ഗുണമായിട്ടുള്ള ഗന്ധവും ആകാശം, വായു, അഗ്നി, ജലം ഇവയുടെ ഗുണങ്ങളായ ശബ്ദസ്പർശ രൂപരസങ്ങളാകുന്ന ഗുണങ്ങളും ഉണ്ട്. പിന്നീട് സാത്വിക അഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയ അധിഷ്ഠാന ദേവതകളുണ്ടായി. നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളുമായി 10 ഇന്ദ്രിയങ്ങളുണ്ട്. ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം അധിഷ്ഠാന ദേവതകളുണ്ട്. ആ അധിഷ്ഠാന ദേവതകളും മനസ്സും സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത്. അവ ക്രമത്തിൽ ദിഗ്ദേവതകൾ, വായു, സൂര്യൻ, വരുണൻ, അശ്വിനി ദേവന്മാർ, അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി ഇവരാണ് 10 ഇന്ദ്രിയങ്ങളുടെ ദേവതകൾ. കാതിൻ്റെ ദിഗ്ദേവത, ത്വക്കിൻ്റെ വായു, കണ്ണിൻ്റെ അധിദേവതയായിട്ട് സൂര്യൻ, നാവിൻ്റെ അല്ലെങ്കിൽ രസനേന്ദ്രിയത്തിൻ്റെ ദേവതയായി വരുണൻ, ഘ്രാണേന്ദ്രിയത്തിൻ്റെ ദേവതയായി അശ്വിനി ദേവന്മാർ. അതുപോലെ വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം ഇങ്ങനെ കർമ്മേന്ദ്രിയങ്ങൾക്ക് ക്രമത്തിൽ വാക്കിന് അഗ്നിയും, കൈകൾക്ക് ഇന്ദ്രനും,
കാലിന് ഉപേന്ദ്രനും പായുവിന് മിത്രനും ഉപസ്ഥത്തിന് പ്രജാപതിയുമാണ് ദേവതകൾ. രജോ ഗുണ അഹങ്കാരത്തിൽ നിന്നാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായത്. ജ്ഞാനേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ബുദ്ധിയും കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതായ പ്രാണനും, ജ്ഞാനേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ബുദ്ധിക്കനുസരിച്ചാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് പ്രാണനാണ്. ഇവ രജോ ഗുണ അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത്. കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് ഇവയാണല്ലോ ജ്ഞാനേന്ദ്രിയങ്ങൾ. അതുപോലെ വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം ഇവയാണ് കർമ്മേന്ദ്രിയങ്ങൾ. ആകാശാദി പഞ്ചഭൂതങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾ, ഈ തത്വങ്ങൾ പരസ്പരം യോജിക്കാത്തതിനാൽ അവയ്ക്ക് പരസ്പരം പ്രപഞ്ച സൃഷ്ടി ചെയ്യാൻ സാധിച്ചില്ല. ഈ ഗുണങ്ങളൊക്കെ കൂടിച്ചേരുമ്പോഴാണല്ലോ പ്രപഞ്ചം ആയി മാറുന്നത്. പക്ഷേ സൃഷ്ടിയുടെ ആരംഭത്തിൽ അല്ലെങ്കിൽ ആദ്യത്തിൽ ഇവയ്ക്ക് പരസ്പരം കൂടിച്ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് ഭഗവാന്റെ ശക്തി അവയിൽ പ്രവേശിച്ചു. ഏതുപോലെയാണ് ഒരു മനുഷ്യ ശരീരത്തിൽ ജീവനുണ്ടാകുമ്പോഴാണല്ലോ കയ്യും കാലും കണ്ണും മൂക്കും ഒക്കെ പ്രവർത്തിക്കുന്നത്. ആ ജീവൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയാണ്. അതില്ലാത്തടത്തോളം കാലം ഈ കയ്യനും കണ്ണിനും കാലിനും മൂക്കിനും ഒന്നും തൻ്റെ പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കില്ല. ഇതുപോലെയാണ് ഭഗവാന്റെ ശക്തി ഈ പ്രപഞ്ചത്തിൽ പ്രവേശിച്ചത്. ആ ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ടവയായി അന്യോന്യം കൂടിച്ചേർന്ന് ഈ തത്വങ്ങൾ സ്ഥൂല സൂക്ഷ്മ സ്വരൂപത്തെ പ്രാപിച്ച് സമഷ്ടി ശരീരത്തെയും അതുപോലെ വെഷ്ടി ശരീരങ്ങളെയും സൃഷ്ടിച്ചു. സമഷ്ടി ശരീരം ബ്രഹ്മാണ്ഡ സ്വരൂപേണ വിളങ്ങുന്ന വിരാട് പുരുഷനും വെഷ്ടി ശരീരം ഓരോ ജീവന്റെയും പ്രത്യേക ദേഹവും ആണ്. ഈ തത്വങ്ങളെല്ലാം കൂടിച്ചേർന്നാണ് ബ്രഹ്മാണ്ഡമായി തീർന്നത്. ബ്രഹ്മാണ്ഡം പിന്നീട് അനേകായിരം സംവത്സരക്കാലം കാരണജലത്തിൽ അങ്ങനെ കിടന്നു. പിന്നീട് കാലം, കർമ്മം, സ്വഭാവം എന്നീ ശക്തികളോടു കൂടിയ പരമാത്മാവ് ബ്രഹ്മാണ്ഡത്തിൽ പ്രവേശിച്ച് അതിനെ ചൈതന്യവത്താക്കി തീർത്തു. ആയിരക്കണക്കിന് തുടകൾ, അതുപോലെ ആയിരക്കണക്കിന് കാലടികൾ, കൈകൾ, കണ്ണുകൾ, ശിരസ്സുകൾ ഇവയോടുകൂടിയ വിരാട് പുരുഷൻ ബ്രഹ്മാണ്ഡത്തിലൂടെ പ്രകടമായി തീർന്നു. വിരാട് പുരുഷന്റെ അവയവങ്ങളെ കൊണ്ടാണ് വിദ്വാൻമാർ 14 ലോകങ്ങളെയും കൽപ്പിച്ചിരിക്കുന്നത്. മുൻപും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവ. അരയ്ക്ക് താഴെയായിട്ട് അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം എന്നീ 7 ലോകങ്ങളും അരക്കെട്ടുൾപ്പെടെ മേലോട്ട് ഭൂലോകം, അന്തരീക്ഷലോകം, സ്വർഗലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം ഇവയാണ് ഈ 14 ലോകങ്ങൾ. വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും, കൈകളിൽ നിന്ന് ക്ഷത്രിയനും, തുടകളിൽ നിന്ന് വൈശ്യനും, കാലടികളിൽ നിന്ന് ശൂദ്രനും ജനിച്ചു. 7 അധിലോകങ്ങളെയും ഭൂലോകത്തെയും ചേർത്ത് വിരാട് പുരുഷനായ ഭഗവാന്റെ പാദങ്ങളായും ഭുവർലോകം അതായത് അന്തരീക്ഷ ലോകത്തെ നാഭിയായും സ്വർഗലോകത്തെ ഹൃദയമായും മഹർലോകത്തെ മാറിടമായും ജനലോകത്തെ കണ്ഠമായും തപോലോകത്തെ സ്തനങ്ങളായും സത്യലോകത്തെ ശിരസായും പറയപ്പെടുന്നു. വിരാട് പുരുഷന്റെ അരക്കെട്ടിൽ അതലലോകത്തെയും തുടകളിൽ വിതൽ ലോകത്തെയും കാൽമുട്ടുകളിൽ ശുദ്ധമായിരിക്കുന്ന സുതല ലോകത്തെയും കണങ്കാലുകളിൽ തലാതല ലോകത്തെയും കാൽ നെരിയാണികളിൽ മഹാതല ലോകത്തെയും കാലിൻ്റെ പുറവടികളിൽ രസാതല ലോകത്തെയും ഉള്ളംകാലടികളിൽ പാതാള ലോകത്തെയും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പ്രപഞ്ചാകാരേണ വിളങ്ങുന്ന ഭഗവാനാണ് വിരാട് പുരുഷൻ. വിരാട് പുരുഷന്റെ കാലടികളിൽ ഭൂലോകത്തെയും നാഭിയിൽ ഭുവർലോകം അന്തരീക്ഷ ലോകത്തെയും ശിരസിൽ സ്വർഗലോകത്തെയും കൽപ്പിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ 3 ലോകങ്ങളായിട്ടും വർണ്ണിച്ചു വരുന്നു. അതാണ് ഭൂർഭുവ സ്വഹ എന്ന് പറയുന്നത്. ഭൂലോകം, ഭുവർലോകം, സ്വർലോകം എന്നിങ്ങനെ പറയാറുണ്ടല്ലോ. അത് ഈ 3 തരത്തിലാണ് കൽപ്പിച്ചിട്ടുള്ളത്. കാലടികളിൽ ഭൂലോകവും നാഭിയിൽ അന്തരീക്ഷ ലോകവും ശിരസിൽ സ്വർഗത്തെയും കൽപ്പിച്ചുകൊണ്ട് ഭൂമിക്ക് താഴെയുള്ള അതലം മുതലായ 7 ലോകങ്ങളെ ഭൂമിയിലും
സ്വർഗത്തിന് മീതെയായുള്ള മഹർലോകം മുതൽ സത്യലോകം വരെയുള്ള 6 ലോകങ്ങളെ സ്വർഗത്തിലും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ 3 ലോകങ്ങൾ എന്നുള്ളതായ വർണ്ണന എന്ന് നാരദ മഹർഷിയോട് ബ്രഹ്മദേവൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടി വീണ്ടും അടുത്ത അധ്യായത്തിലും 6-ാം അധ്യായത്തിലും വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരിയും.